സ്നേഹമുള്ള എല്ലാവരെയും അമൃതവർഷം യൂണിവേഴ്സിറ്റിയിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട കുറച്ച് GK ഇവിടെ പറയാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയെ സംബന്ധിച്ചൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിന് മുൻപായിട്ട് മറ്റ് ചില ആമുഖമായി മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറയാം. മനുഷ്യർ ഭൂമിയിൽ ഉണ്ടായതിനെ സംബന്ധിച്ച് ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പരിണാമ സിദ്ധാന്തവും മറ്റു കാര്യങ്ങളും. അതിനുശേഷം മനുഷ്യർ വർഷങ്ങൾ കുറേ ദശാബ്ദങ്ങൾ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ് മനുഷ്യൻ അധികാരത്തിന് വേണ്ടി, അതാണ് വിൽ ടു പവർ എന്ന് പറയുന്നത്, അധികാരത്തിന് വേണ്ടി മത്സരിച്ച ഒരു കാലഘട്ടവും. ആ മത്സരം എന്ന് പറയുന്നത് യുദ്ധ കൊതി അല്ലെങ്കിൽ യുദ്ധത്തിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള നാശങ്ങളിൽ ചെന്ന് അവസാനിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം പുരാണങ്ങളിലെ കാര്യങ്ങൾ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇപ്പം മഹാഭാരത യുദ്ധം, അവിടെ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള സായുധ സമരം, അപ്പോൾ എത്രയോ യുഗങ്ങൾക്കപ്പുറത്തുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ആ യുദ്ധം 18 ദിവസങ്ങൾ നീണ്ടുനിന്നു എന്ന് പറയപ്പെടുന്നു. 18 അക്ഷൗഹിണികൾ, അതായത് ഒരു അക്ഷൗഹിണി എന്ന് പറയുമ്പോൾ അത് ആയിരക്കണക്കിന് 10,000 നമ്പരൊക്കെ വ്യക്തമായിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആനകളും കുതിരകളും കാലാൾപ്പടയും എല്ലാം ചേർന്ന ആ വലിയ സൈന്യ വ്യൂഹങ്ങൾ തമ്മിലുള്ള ഭയങ്കരമായ ഘോരമായ സമരമായിരുന്നു, യുദ്ധമായിരുന്നു. ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു അതെന്ന് പറയുന്നത്. പക്ഷേ അവിടെയും അധികാര കൊതി ഉണ്ട്. വിൽ ടു പവർ, അധികാരത്തിനുള്ള മോഹം, അധികാരത്തോടുള്ള മോഹത്തിനാണ് വിൽ ടു പവർ എന്ന് പറയുന്നത്. വിൽ പവർ എന്ന് പറയുമ്പോൾ മനസാന്നിധ്യമാണ്. ഇതല്ല, വിൽ ടു പവറാണ് അധികാരമോഹം. അവിടെ ആ സമരം അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പടയാളികൾ അണിനിരുന്നത് കൗരവപക്ഷത്തായിരുന്നു. 11 അക്ഷൗഹിണികൾ അവർക്കും 7 അക്ഷൗഹിണികൾ മാത്രം പാണ്ഡവർക്കും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ശ്രീകൃഷ്ണൻ്റെയും മറ്റും സാന്നിധ്യം പാണ്ഡവപക്ഷത്തായിരുന്നു. എന്നാൽ കൗരവപക്ഷത്ത് ദ്രോണാചാര്യരും ഭീഷ്മരും ഒക്കെ കൗരവപക്ഷത്തായിരുന്നു. യുദ്ധത്തിൽ ഏറ്റവും യുദ്ധക്കൊതിയനായിരുന്നത് ദുശാസനൻ അല്ലെങ്കിൽ ദുര്യോധനായിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ യുദ്ധത്തിൻ്റെ പകുതി കാലഘട്ടമായപ്പോഴേക്ക് ഏതാണ്ട് 9 ദിവസമൊക്കെ ആയപ്പോൾ ഭീഷ്മരെ വിളിച്ച് അസഭ്യം പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഉടനെ അവിടെ ഭീഷ്മർ പറയുന്നുണ്ട്, നിന്റെ യുദ്ധക്കൊതി അല്ലെങ്കിൽ അധികാരത്തോടുള്ള മോഹമാണ്. യു ആർ റീപ്പിംഗ് ദ ഹാർവെസ്റ്റ് ഓഫ് ഹേറ്റ്രഡ് ദാറ്റ് യു ഡെലിബറേറ്റ്ലി സോഡ്. അന്ന് ഭീഷ്മര് ഇംഗ്ലീഷൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഇംഗ്ലീഷിൽ ഇതൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ചില ആളുകൾ. സി രാജഗോപാലാചാര്യെ പോലെയുള്ളവരൊക്കെ തന്നെ മഹാഭാരതം കഥയൊക്കെ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സംക്ഷിപ്ത രൂപമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞ യു ആർ റീപ്പിംഗ് ദ ഹാർവെസ്റ്റ് ഓഫ് ദാറ്റ് യു ഡെലിബറേറ്റ്ലി സോഡ്. നീ വിദ്വേഷത്തിൻ്റെ വിത്ത് വിതച്ചു, അതിൻ്റെ ഫലമാണ് നീ കൊയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ആ യുദ്ധം അവസാനിക്കുകയും അതിൽ പാണ്ഡവർ ധർമ്മം ജയിക്കുകയും അധർമ്മം, പാണ്ഡവപക്ഷ ധർമ്മമായിരുന്നു, അധർമ്മം തോൽക്കുകയും ചെയ്തു എന്ന് പറയുന്നു. പിന്നീട് അത് കഴിഞ്ഞ് പിന്നെ കുറേ വർഷങ്ങൾ എത്രയോ പിന്നെ സമരങ്ങളും വലിയ കാലഘട്ടങ്ങളും ഒക്കെ കഴിഞ്ഞു പോയിട്ട് ഒടുവിൽ നമ്മളിവിടെ വീണ്ടും അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അലക്സാണ്ടർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മാസിഡോണിയയിലെ രാജാവായ ഫിലിപ്പിൻ്റെ മകനായ അലക്സാണ്ടർ. ഈ അലക്സാണ്ടർ ഒരു വലിയ പടയോട്ടം തന്നെ നടത്തിയ ഒരു വലിയ ഭരണകർത്താവും യോദ്ധാവുമായിരുന്നു എന്ന് പറയുന്നത്. ക്രിസ്തുവിന് മുൻപ് 327, ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. BC 327 അഫ്ഗാനിസ്ഥാനും ബലൂചിസ്ഥാനും ഒക്കെ കടന്ന് ഇന്ത്യയിൽ പ്രവേശിച്ചു. അങ്ങനെ ഇന്ത്യയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്നല്ല, വേറെ പല പ്രദേശങ്ങളും കീഴടക്കി. അധികാരമോഹം അദ്ദേഹത്തെ മത്തുപിടിപ്പിച്ചു. സാമ്രാജ്യ വിസ്തൃതി വ്യാപിപ്പിച്ചു. അങ്ങനെ അലക്സാണ്ടറുടെ ഇൻവേഷൻ ഓഫ് അലക്സാണ്ടർ ഇന്ത്യ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കരുതപ്പെടുന്നുണ്ട്. BC 327. പിന്നെ അതുപോലെ തന്നെ പിന്നീട് വീണ്ടും എത്രയോ യുദ്ധങ്ങളെ സംബന്ധിച്ചൊക്കെ ചരിത്ര പുസ്തകങ്ങളിൽ ധാരാളം കാര്യങ്ങൾ നിങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നു.
നെപ്പോളിയൻ ലോകത്തെ കിരീടമുറപ്പിച്ച ഡ്വാർഫ് പേഴ്സൺ നെപ്പോളിയൻ 1715 വാട്ടർലൂ എന്ന് പറയുന്ന യുദ്ധത്തിൽ പരാജിതനായി സെൻറ്റ് ഹെലീന എന്ന് പറയുന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയും അദ്ദേഹത്തെ അവിടെ തടവിലാക്കുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പോയിസണസ് സബ്ജക്റ്റ് എന്തോ ഇഞ്ചക്റ്റ് ചെയ്യുകയും പോയിസണസ് സബ്സ്റ്റൻസ് ഇഞ്ചക്റ്റ് ചെയ്യുകയും അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് ഗ്രാജുവലായിട്ട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ആ യുദ്ധം വാട്ടർലൂ യുദ്ധമാണ്, 1815 ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന ഘോരമായ യുദ്ധം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലുണ്ടായ അതിഘോരമായ യുദ്ധം. എത്രയോ ആളുകൾ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഒന്നാം ലോക മഹായുദ്ധം. അത് നടന്നത് 1914 1914 മുതൽ 1918 വരെ നീണ്ടു നിന്നു. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ when was the first world war? The first world war was begun in 1914 and ended in 1918. 1914 ആരംഭിച്ച് 1918 അവസാനിച്ചു. പിന്നെ യുദ്ധം ഉണ്ടായി. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ ലീഗ് ഓഫ് നേഷൻസ് വാസ് ഫോംഡ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു വലിയ സംഘടന രൂപീകരിക്കപ്പെട്ടു. അതിനെ ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നു. പക്ഷേ ഇറ്റ് വാസ് ആൻ അട്ടർ ഫെയിലിയർ, അതൊരു പരാജയമായിരുന്നു. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായി. വെൻ വാസ് സെക്കൻഡ് വേൾഡ് വാർ ഓർത്തിരിക്കുക. സെക്കൻഡ് വേൾഡ് വാർ ബിഗാൻ ഇൻ 1939 ആൻഡ് എൻഡഡ് ഇൻ 1945. 1939 ആരംഭിച്ച് 1945 അവസാനിക്കുന്നത്. ആ യുദ്ധാവസരത്തിൽ 1945 ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 9 എന്നീ തീയതികളിൽ അമേരിക്ക ജപ്പാൻ്റെ മണ്ണിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും, ആഗസ്റ്റ് 6 ഹിരോഷിമയിലും ആഗസ്റ്റ് 9 നാഗസാക്കിയിലും ബോംബിട്ടു. എത്രയോ ആളുകൾ മരിച്ചു, എത്രയോ ആളുകൾ മരിക്കാതെ മരിച്ചു. ഘോരമായ സമരം. അതിനുശേഷമുണ്ടായ സംഘടനയാണ് ലോകത്ത് ഏറ്റവും വലിയ, ഇന്നും വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്ന the greatest and the very significant organization that was framed or formed. That organization is United Nations Organization. United Nations Organization was formed. When was the United Nations Organization formed? On 24th October 1945. Formation of ഓർത്തിരിക്കുക, be careful, നിങ്ങൾ ഓർത്തിരിക്കണം. United Nations Organization was formed or framed on 24th October 1945. ലീഗ് ഓഫ് നേഷൻസിന് ശേഷമുണ്ടായ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്ന സംഘടന വളരെ ശക്തിമത്തായിട്ട് രൂപം കൊള്ളുകയും അതിനുശേഷം ഒരു തേർഡ് വേൾഡ് വാർ ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്യുന്നു. യുദ്ധം പലയിടത്തും ഇപ്പോൾ നടക്കുന്നുണ്ട്, നമുക്കറിയാം. നമ്മൾ പത്രമൊക്കെ വായിക്കുന്ന ആൾക്കാരാണ്. ഏതായാലും യു എന്നിനെ സംബന്ധിച്ചിടത്തോളം യു എന്നിൻ്റെ ഒരു ഫ്ലാഗ് അംഗീകരിച്ചിട്ടുണ്ട്. അത് എന്താണ്? അത് യു എൻ എംബ്ലം സൂപ്പർ ഇമ്പോസ്ഡ്. വാട്ട് ഈസ് ദ എംബ്ലം ഓഫ് യു എൻ ഫ്ലാഗ്? the white UN emblem which is superimposed on light blue background. The white UN emblem that is superimposed on light blue background. ഒരു ഗ്ലോബൽ അടയാളത്തോടു കൂടിയ വെളുത്ത ഒരു മനോഹരമായ ഒരു ചിത്രം നീല ബാക്ക്ഗ്രൗണ്ടിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒന്നാണ് UN എംബ്ലമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, വൈറ്റ് UN എംബ്ലം വിച്ച് ഈ സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ ലൈറ്റ് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ എംബ്ലം ഓഫ് UN എന്താണെന്ന് മനസ്സിലായി. പിന്നീട് അതുപോലെ നമുക്ക് പറയാവുന്നത് യുഎന്നിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ആസ്ഥാനം, അതായത് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്നുള്ളതാണ്. UN ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്. അവിടെ മീറ്റിങ്ങുകൾ ലോക രാഷ്ട്രങ്ങളിലെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മെമ്പേഴ്സൊക്കെ തന്നെ കൂടുന്നത് ഏത് സ്ഥലത്ത് വെച്ചാണ്? ന്യൂയോർക്കിലാണ്. അപ്പോൾ UN ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? വേർ ഈസ് UN ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റഡ്?
UN ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ന്യൂയോർക്കിലാണ്. ഓർത്തിരിക്കുമല്ലോ, UN ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂയോർക്കിലാണ്. പിന്നെ UN ഓർഗാൻസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, അതായത് ഘടകങ്ങൾ, വിച്ച് ആർ ദ UN ഓർഗാൻസ് ഓഫ് UN യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഇൻ്റർനാഷണൽ ലെവലിലുള്ളതാണ്. അതിന് പല ഘടകങ്ങളുണ്ട്. പല വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അത് പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നതിന് വേണ്ടി പല ഘടകങ്ങൾ അതിനുണ്ട്. പ്രധാനമായിട്ടും അതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ജനറൽ അസംബ്ലി, ഒന്നാമത്തേതായിട്ട് പറയുന്നത് ജനറൽ അസംബ്ലി, പൊതുസഭയായിട്ട് പറയും ജനറൽ അസംബ്ലി. പിന്നെ സെക്യൂരിറ്റി കൗൺസിൽ, സെക്രട്ടേറിയറ്റ്. ഇപ്പോൾ ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, സെക്രട്ടേറിയറ്റ്, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് കൗൺസിൽ, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അങ്ങനെ ആറ് ഡിവിഷൻസാണ് അല്ലെങ്കിൽ 6 ഓർഗാൻസാണ് UN ഉള്ളതായിട്ട് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായിട്ട് പറഞ്ഞത് ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, സെക്രട്ടേറിയറ്റ്, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് കൗൺസിൽ, പിന്നെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അങ്ങനെ 6 ഓർഗാൻസ് UN-ഉള്ളതായിട്ട് ഉണ്ട്. UN-ഉള്ളതായിട്ട് എന്നല്ല, UN-നുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് UN അംഗീകരിച്ചിട്ടുള്ള പെർമനൻ്റ്, അതായത് UN-ൽ വീറ്റോ ചെയ്യുവാൻ പവറുള്ള പെർമനൻ്റ് മെമ്പേഴ്സ്. UN-ലെ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ, UN സെക്യൂരിറ്റി കൗൺസിലിലെ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 15 മെമ്പേഴ്സ് സെക്യൂരിറ്റി കൗൺസിലുണ്ട്. അതിൽ 5 രാജ്യങ്ങളാണ് സ്ഥിരാംഗങ്ങളായിട്ട് കരുതപ്പെടുന്നത്. അത് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ചൈന. ഇങ്ങനെ 5 രാഷ്ട്രങ്ങളാണ് പ്രധാനമായിട്ടും പെർമനൻ്റ് മെമ്പേഴ്സായിട്ട് ഉള്ളത്. ഇവർക്കാണ് വീറ്റോ പവർ ഉള്ളത്. ഏതെങ്കിലും വിഷയം, ഗൗരവമായ വിഷയം ചർച്ച ചെയ്യുന്ന സമയങ്ങളിൽ അത് അംഗീകരിക്കുകയോ വീറ്റോ ചെയ്യുകയോ ചെയ്താൽ, ഒരാൾ എതിർത്താൽ പിന്നെ അത് പാസ്സാകത്തില്ല. അപ്പോൾ അങ്ങനെ ഏതൊക്കെ രാജ്യങ്ങളാണ് പെർമനൻ്റ് മെമ്പേഴ്സായിട്ട്? ഇപ്പോൾ പെർമനൻ്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? ചൈന, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ, അമേരിക്ക. ഇങ്ങനെ ഇത്രയും രാഷ്ട്രങ്ങളാണ് പെർമനൻ്റ് മെമ്പേഴ്സായിട്ട് കരുതപ്പെടുന്നത്. പിന്നീട് അതുപോലെ തന്നെ UN-ൻ്റെ പ്രധാനപ്പെട്ട ഔദ്യോഗിക ഭാഷകൾ, പ്രധാനമായിട്ടും ഔദ്യോഗിക ഭാഷകൾ എന്ന് പറയുന്ന 6 ഭാഷകളുണ്ട്. UN-ൻ്റെ അംഗീകൃതമായ 6 ഭാഷകൾ എന്തൊക്കെയാണ്? ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, അതുപോലെ തന്നെ റഷ്യൻ, അറബിക്. ഇത്രയും ഭാഷകളാണ് ഔദ്യോഗിക ഭാഷകളായിട്ട് കരുതപ്പെടുന്നത്. ഏതൊക്കെയാണ് 6 ഭാഷകൾ? ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ്, അറബിക്. ഇങ്ങനെ 6 ഭാഷകൾ ഔദ്യോഗിക ഭാഷകളായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണെന്നുള്ള കാര്യവും നമുക്ക് അറിവുള്ളതാണ്. UN-നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വിവിധ ഘടകങ്ങൾ, അതായത് അതിൻ്റെ ഓർഗാൻസ് ഉണ്ട്, അതിൻ്റെ എംബ്ലമുണ്ട്, അതിലെ പെർമനൻ്റ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ടോട്ടൽ മെമ്പേഴ്സ് 15 ആണ്. അതിൽ 5 നേഷൻസിനാണ് എന്തുള്ളത്? പെർമനൻസി ഉള്ളത്. പെർമനൻ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 5 നേഷൻസാണ്. ഒക്കെ തന്നെ നമുക്ക് മനസ്സിലായി. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് UN-ൻ്റെ സെക്രട്ടറി ജനറൽമാർ, അവർക്കാണ് അതിൻ്റെ ഏറ്റവും, അതായത് പരമോന്നതമായ ഒരു ചുമതല. സൂപ്പർ നാച്ചുറൽ പവർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന, അത്രയൊന്നും ഇല്ല എങ്കിൽ പോലും പറയാവുന്നത്, സിഗ്നിഫിക്കൻ്റ് റെസ്പോൺസിബിലിറ്റി ഈസ് വെസ്റ്റഡ് അപ്പോൺ ദ UN സെക്രട്ടറി ജനറൽ. അതായത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്നത്, ദ സിഗ്നിഫിക്കൻ്റ് ഓർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റെസ്പോൺസിബിലിറ്റി ഈസ് വെസ്റ്റഡ് ഓൺ ദ UN സെക്രട്ടറി ജനറൽ. UN സെക്രട്ടറി ജനറൽ ആകുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്. വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? UN-ൻ്റെ ഫസ്റ്റ് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ട്രിബ്ലി എന്ന് പറയുന്ന ഒരു വലിയ ആളാണ്.
ട്രിഗുലി. ഓർത്തിരിക്കണം, ആദ്യത്തെ പരീക്ഷയ്ക്ക് പലപ്പോഴും PSC പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ടെസ്റ്റിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. UN ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ട്രിഗുലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. രണ്ടാമത്തെ സെക്രട്ടറി ജനറൽ ആരാണ് എന്ന് ചോദിച്ചാൽ ഡാഗ് ഹമാർക്ക് ജോൾ. ഓർത്തിരിക്കുക, രണ്ടാമത്തെ സെക്രട്ടറി ജനറൽ, സെക്കൻഡ് സെക്രട്ടറി ജനറൽ ഡാഗ് ഹമാർക്ക് ജോൾ. തേർഡ് യൂതാണ്ട്. ഓർത്തിരിക്കുമല്ലോ, തേർഡ് സെക്രട്ടറി ജനറൽ ആരാണ്? യൂതാണ്ട്. ഫോർത്ത് സെക്രട്ടറി ജനറൽ ആരാണ്? ഫോർത്ത് കുഡ്വാൾഡിംഗ് എന്നാണ്. ഓർത്തിരിക്കുക, കുഡ്വാൾഡിംഗ്. അഞ്ചാമത്തെ, അതായത് ഫിഫ്ത്ത് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ജാവിയർ പെരസ് ഡിക്കോയർ. ഓർത്തിരിക്കണം, ജാവിയർ പെരസ് ഡിക്കോയർ. ആറാമത്തെ സെക്രട്ടറി ജനറൽ ബുട്ടറാസ് എന്ന് പറയുന്ന വലിയൊരു മനുഷ്യനായിരുന്നു. ആരാണ്? ബുട്ടറാസ്. ആറാമത്തെ സെക്രട്ടറി ജനറൽ ബുട്ടറാസ്. ഏഴാമത്തെ സെക്രട്ടറി ജനറൽ കോഫി അനാൻ. ഏഴാമത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? കോഫി അനാൻ. എട്ടാമത്തെ സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ. ഓർത്തിരിക്കുമല്ലോ, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ബാൻ കി മൂൺ. ഒൻപതാമത്തെ സെക്രട്ടറി ജനറലാണ് ഇപ്പോൾ നിലവിൽ അതിൻ്റെ ചുമതല വഹിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റവും ഒടുവിലുണ്ടായ പഹൽഗാം മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു വലിയ ഒരു സമരം ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. പിന്നെ ഏതായാലും അത് ഐക്യരാഷ്ട്ര സംഘടനയുടെയും അതുപോലെ തന്നെ മറ്റ് ചില രാഷ്ട്രങ്ങളുടെയും ഒക്കെ ശക്തമായ ഇടപെടൽ കൊണ്ട് അത് അവസാനിക്കുകയുണ്ടായി. അപ്പോൾ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പേരാണ്. അന്റോണിയോ ഗുട്ടറാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എന്താണ്? അന്റോണിയോ ഗുട്ടറാസ്. അങ്ങനെ 9 സെക്രട്ടറി ജനറൽമാരാണ് ഇതുവരെ ഈ സമയം വരെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ അപ്പോൾ ഒന്നാമത്തെ സെക്രട്ടറി ജനറലിൻ്റെ 9ാമത്തെ സെക്രട്ടറി ജനറലിൻ്റെ പേരുകൾ ഞാൻ ഒന്നുകൂടെ പറയാം. ദ ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ഓഫ് UN ട്രിഗുലി. ഓർത്തിരിക്കുമല്ലോ. ലാസ്റ്റ് വൺ, ദ 9th സെക്രട്ടറി ജനറൽ ഓഫ് UN അന്റോണിയോ ഗുട്ടറാസ്. മറന്നുപോകരുത്, ഓർത്തിരിക്കണം. ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാൻ നോക്ക്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഫോർമേഷൻ ഓഫ് അമേരിക്ക എന്ന് പറയുന്നത് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അതർ തിങ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്. ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രൂപീകരണം. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കപ്പെടുന്നത് തന്നെ there was a clash or there conflict between the two religions തമ്മിലുള്ള ഒരു കൺഫ്ലിക്റ്റാണ്. ആ കൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ 2 religions എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? കാത്തലിക്സ് ആൻഡ് പ്രൊട്ടസ്റ്റന്റ് പീപ്പിൾ. the clash between the Catholic people and the Protestant people. പ്രൊട്ടസ്റ്റന്റുകാരുടെ മേൽ കാത്തോലിക്കര് ഒരുപാട് കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചു. They were suppressed and oppressed by the Catholic people. Accordingly, they tried so well against the people, and finally, after bloodshed and etc., finally they formed USA എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവുകയാണ്. USA ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? അതുകൊണ്ട് നമുക്ക് പറയാം, USA എന്ന് പറയുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കപ്പെടുന്നതിന് വേണ്ടി ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ഒക്കെ അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. പക്ഷെ അവരാരുമല്ല. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ എന്നാണ്. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് അമേരിക്ക. USA ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്? ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് USA എന്ന് പറയുന്നത് ജോർജ് വാഷിങ്ടൺ. അതുപോലെ തന്നെ 16th പ്രസിഡന്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. 16th പ്രസിഡന്റ് who was the 16th president of America, Abraham Lincoln. He abolished slavery through the order of Emancipation Proclamation. വിമോചന വിളംബര പ്രഖ്യാപനം നടത്തിയതിലൂടെ അമേരിക്കൻ അടിമ വ്യവസ്ഥയെ അവസാനിപ്പിച്ചു. അപ്പോൾ അതിനെ പറയുന്നത്, ആ ഒരു നിയമത്തിന് പറയുന്നത് ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ എന്നാണ്. എൻ്റെ ഒരു ഊഹം ഞാൻ പറയുകയാണെങ്കിൽ കറക്റ്റായിട്ടാണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഊഹം ഞാൻ പറയാം. ഏതാണ്ട് 1863 ആ ഓർഡർ ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. അത് ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് 16th പ്രസിഡൻ്റായ എബ്രഹാം ലിങ്കണാണ് ആ റൂള് അവിടെ പാസ്സാക്കിയത്, നിലവിൽ കൊണ്ടുവന്നതും
ആ നിയമം മൂലം സ്ലേവറി അബോളിഷൻ. അപ്പോൾ സ്ലേവറി വാസ് അബോളിഷ്ഡ് ബൈ ദ പ്രൊക്ലമേഷൻ ഓഫ് ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ ബൈ എബ്രഹാം ലിങ്കൺ. ആൻഡ് എബ്രഹാം ലിങ്കൺ വാസ് ദ 16th പ്രസിഡന്റ് ഓഫ് US. ഇനി നമുക്ക് ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹം രണ്ടാമത്തെ തവണയാണ്. കഴിഞ്ഞ തവണയല്ല, അതിൻ്റെ മുൻ തവണയും പ്രസിഡൻ്റായിട്ടിരുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും അമേരിക്കയുടെ പ്രസിഡൻ്റായി. അവിടെയുള്ള ഹിതപരിശോധനയെല്ലാം കഴിഞ്ഞു, റെഫറൻഡം എല്ലാം കഴിഞ്ഞു, പിന്നെ ഇലക്ഷൻ നടന്നു. നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് അദ്ദേഹമാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഹു ഈസ് ദ പ്രസന്റ് പ്രസിഡന്റ് ഓഫ് US ചോദിച്ചാൽ നമുക്ക് പറയാം ഹു ഈസ് ദ പ്രസന്റ് പ്രസിഡന്റ് ഓഫ് US ആരാണ്? ഡൊണാൾഡ് ട്രംപ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ UN-യുമായി ബന്ധപ്പെട്ടും അമേരിക്കയുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ അമേരിക്കയുമായി ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ ലോങ് ലൈൻ ഓഫ് സ്ട്രെച്ചിങ് നെവർ എൻഡിങ് സ്റ്റൈൽ ഓഫ് ഇൻഫർമേഷൻസ് റിലേറ്റഡ് ടു അമേരിക്ക. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ ഈ GK-യുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ക്ലാസ് കാണണം. ക്ലാസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ കുറച്ച്